തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ ചടഞ്ഞിരുന്ന വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഗോപേട്ട? എന്തെങ്കിലും ഒരു ഇൻകം ഇല്ലാതെ? അങ്ങനെ പ്രത്യേകിച്ചൊരു ഇൻകം ഇല്ലാത്തവർക്കും ജീവിക്കണ്ടനിയാ. അതും ശരിയാ. ജ്യൂസ്. ആ അല്ല, ഇതെന്താ എനിക്ക് മാത്രം? ചേട്ടനോട് ഒരു ഗ്ലാസ് എടുക്കായിരുന്നില്ല എന്തിനി? ഏയ്, പരിചയമില്ലാത്തതൊക്കെ രുചി അറിഞ്ഞ് ശീലിച്ചാ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിനേക്കാൾ വിറ്റാമിൻ ഉള്ളത് കഞ്ഞിവെള്ളത്തിന് തന്നെയാ. ഞാൻ ഗോപേട്ടനായി വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ഇവിടെ ഇങ്ങനെ അടയിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ബാക്കിയുള്ളവരുടെ ചെലവിൽ കഴിയുന്നവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂക്കേടുകാരനെന്നൊരു പേരുകൂടിയായ കാര്യം കുശാലായി. എത്ര വലിയ സൂക്കേടുണ്ടെങ്കിലും ഭാര്യ വീട്ടിൽ ചടഞ്ഞിരുന്ന് വെറുതെ തിന്നാൻ എന്നെ കൊണ്ടാവില്ല നന്ദു. ഇതൊരുമാതിരി ബോർ ഏർപ്പാടല്ലേ? ആ പിന്നെ, ഞാനിവിടെ വരുന്നതിനും വല്ലപ്പോഴൊന്ന് തങ്ങുന്നതിനും ആരും കണക്ക് പറയാൻ ഇടവരരുത്. ആരെന്ത് കണക്ക് പറയാൻ? മാസാമാസം നമ്മുടെ ചെലവിനുള്ള വിഹിതം ഗൗരിയും കൊടുത്തേക്കണം. മിച്ചമുണ്ടെങ്കിൽ ചുമ്മാതിരുന്ന് തിന്നുന്നവർക്ക് അതൊരു മുതലാവുമല്ലോ. അസലായി നിന്റെ പെർഫോമൻസ്. എത്ര പറഞ്ഞാലും വല്ല കൂസലുണ്ടോ നോക്ക്. ഇത്ര കണ്ണി പിടിച്ചിരിക്കുന്ന പോലെ കയറി പിടിച്ചിരിക്കല്ലേ? നീ നോക്കിക്കോ മോളെ, അധികം വൈകാതെ ഞാൻ ഇയാളെ ഇവിടുന്ന് കെട്ടിക്കും. അവള് പറഞ്ഞതോർത്താണോ സങ്കടം? എന്നോട് ഒളിക്കണ്ട ഗോപേട്ട. എല്ലാം ഞാൻ കേട്ടു.
അഹങ്കാരം വല്ലാതെ കൂടുന്നുണ്ട് പെണ്ണിന്. എല്ലാം കേട്ട് രസിക്കാൻ കൂടെ ഒരു രാജകുമാരനോ? ഹോ, മറുപടി പറയാൻ എന്റെ നാവ് തരിച്ചതാ. വേണ്ട, ഇനി അതിന്റെ പേരിൽ നിങ്ങൾ ചേച്ചി അനിയത്തി തമ്മിൽ ഒരു കശപിശ വേണ്ട. ഒന്നോർത്ത നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട്. എന്തോ കാൽ കാശിന് പോലും ഗുണമില്ലാത്ത ഒരാളല്ല ഞാൻ. ഒരു നോക്കൂത്തിയെ പോലെ എത്ര നാളെന്ന് വെച്ചാ. മനസ്സുകൊണ്ട് നിനക്ക് പോലും വെറുപ്പ് തോന്നുന്നുണ്ടാവും എന്നോട്. അങ്ങനൊന്നും പറയരുത്. എനിക്കറിയാം, ഞാനും ഗോപേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. വരുമാനം ഇല്ലാത്തവൻ വീടിന് എന്നൊരു ബാധ്യത. എന്തോ എന്തെങ്കിലും ചെറിയൊരു പണി കിട്ടിയിരുന്നെങ്കിൽ, വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും നിന്റെയും മോളുടെയും കാര്യം അതുകൊണ്ട് കഴിഞ്ഞാനെ. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുകയും ചെയ്യായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ ഗോപേട്ടൻ കേക്കോ? എന്താ? ദാ, ഇത് രണ്ടും നമ്മുടേതല്ലേ. ഇത് വിക്കേ പണയം വെക്കേ എന്താ വെച്ച ചെയ്യാം. കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെറിയ രീതിയിൽ മതി. ഗോപേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങളും നടക്കുമല്ലോ. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തോ ഇത് നിന്റെ താലിമാലയല്ലേ? ഈ വള വേണു നിന്ന സമ്മാനവും. രണ്ടും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. എന്നാ വിൽക്കണ്ട, പണയം വെക്കാം. കാശുണ്ടാകുമ്പോ അത് നമുക്ക് തിരിച്ചെടുക്കാലോ. വേണ്ട, ചിലപ്പോ അതൊന്നും എന്നെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. ഗോപേട്ട, നീ വിഷമിക്കണ്ട. വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം നിക്കടിയോടെ. അറിയിക്കാത്തത് വീണ് കിട്ടുമ്പോ താൻ ദൈവത്തിന് മേലെയാണെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. എന്റെ മോള് ദേവി ചെയ്ത് ആ കൂട്ടത്തിലാവരുത്. വളഞ്ഞു ചുറ്റാതെ അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. 5 നേരം ജ്യൂസ് കുടിക്കുന്ന നിന്റെ ഭർത്താവിന്റെ മഹത്വം പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോയിച്ചോണ്ടാവരുത്. ഓ, അതാണോ കാര്യം? എന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അതിന് വകയില്ലാത്തവര് വെറുതെ കൊതിക്കറിവ് കാണിച്ചിട്ട് എന്താ കാര്യം? നിർത്തണേ. വകയില്ലാത്തവര് പോലും. എന്നു മുതലാടി നീ വകയുള്ള കൂട്ടത്തിലെ കൊച്ചമ്മയായത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ 2 മക്കളും എനിക്ക് ഒരുപോലെയാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരും. പണത്തിന്റെ ഏറ്റക്കുറവ് അനുസരിച്ച് ആരും ആരെയും താഴ്ത്തി കിട്ടാൻ നിൽക്കരുത്. ഈ വീട്ടില് അങ്ങനെ 2 പക്ഷം വേണ്ട. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയതിന്റെ അസൂയ എല്ലാവർക്കും. കൂട്ടത്തിൽ ഈച്ച അടിച്ചിരിക്കാൻ എന്നെ കിട്ടില്ലല്ലോ, അതിന്റെ കുശുമ്പ്. മോളെ, മക്കൾക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയേ ഏതമ്മമാരും പ്രാർത്ഥിക്കൂ. കൈവന്ന ഈ ഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ എന്റെ മോള് ഇതൊക്കെ എന്നും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും. മതി ഉപദേശം. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. പിന്നെ ഗൗരി എന്നെ കാണാൻ വരുന്നതും ഞാൻ വല്ല ആഹാരം കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. ഇനി അഥവാ വീട്ടുചെലവിന്റെ വിഹിതത്തിനാണ് ഈ അടവെങ്കിൽ വിഷമിക്കേണ്ട. ഞാൻ ഗൗരിയോട് അതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ചുവീടിന്റെ രുചി പിടിച്ച് കഴിയുന്നവനല്ല ഗൗരി. നന്ദിനി, വേണ്ടമ്മേ, അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. മോളെ, ഇവിടെ ആർക്കും നിങ്ങളുടെ ഒരു വിഹിതവും വേണ്ട. വേണ്ടപ്പോ ആരും ആവശ്യപ്പെടാതെ അത് തന്നിട്ടുണ്ട് ഈ അമ്മയുടെ കൂടപ്പിറപ്പിന്റെ മകൾ. അന്ന് അത് 2 കൈയും നീട്ടി വാങ്ങിയതുകൊണ്ടാ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അച്ചുവീടെന്ന് പറയാനെങ്കിലും ഒരു വീടുണ്ടായത്.
അത് നീ മറക്കരുത്. മതി മഹത്തു പറഞ്ഞത്. പൂജിച്ച് പൂജിച്ച് എല്ലാവരും കൂടി അവളെ ദൈവമാക്കുന്ന മട്ടുണ്ടല്ലോ. അതേടി, അവള് നമുക്ക് ദൈവത്തെ പോലെ തന്നെയാ. ആ കുഞ്ഞിന്റെ നല്ല മനസ്സില്ലായിരുന്നെങ്കിൽ അമ്മയുടെയും മക്കളുടെയും പൊരുതി തെരുവിലായേനെ. പിന്നെ രാജകുമാരി തേടി ഒരുത്തനും വരില്ലായിരുന്നു. സുഖവും സൗകര്യവും ഒക്കെ ഒരുപാടായപ്പോ മോളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. സ്വയം അത് മാറ്റാൻ നോക്ക്, അല്ലെങ്കിലേ ഈശ്വരനായിട്ട് അത് മാറ്റേണ്ടി വരും. ഓർത്തോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ക്യാബിനിൽ നോക്കിയപ്പോ കണ്ടില്ല, അതാ ഇങ്ങോട്ട് വന്നത്. അമ്മാവും വന്നത് കണ്ടില്ലേ? അടുപ്പം കാണിക്കുന്നതൊക്കെ ഇനി സൂക്ഷിച്ചു വേണം. സാർ ഇങ്ങനെ പേടിച്ചാലോ? എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് അറിഞ്ഞൂടെ? ദാ നാളെ വരുന്ന മലേഷ്യൻ ഡെലിഗേറ്റ്സിന്റെ ഡീറ്റെയിൽസാ. അവരെ റിസീവ് ചെയ്യാൻ GM തന്നെ എയർപോർട്ടിൽ പോകണമെന്ന MDയുടെ കൽപ്പന. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോഴാ ഒരു മലേഷ്യൻ കൊളാബറേഷനും മാങ്ങാ തൊലിയും. ഇനി അവരെയും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നെ കുറവേ ഉള്ളൂ. എന്തു പറ്റി? ഇന്നാകെ മൂഡ് ഔട്ട് ആണെന്ന് തോന്നല്ലോ. കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി. MDക്കൊപ്പം നമ്മുടെ കഥാനായിക വന്നിറങ്ങുന്നത് ഞാനും കണ്ടു. ഈ പോക്ക് പോയാലേ അധികം താമസിയാതെ അവൾ ഈ കമ്പനി അടക്കി ഭരിക്കുമെന്നാ തോന്നണേ. ക്രോണിക് ബാച്ചിലർ അല്ലേ? കണ്ണും കലാശവും കാട്ടി MDയെ പോക്കറ്റിലാക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഞാൻ നിർത്തിയേക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ശാസിക്കേണ്ടതും ചോൽപ്പടിക്ക് നിർത്തേണ്ടതും എന്നെയല്ല, അവളെയാ. മാർഗരറ്റ്, എന്താ സർ? പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇറ്റ്സ് ഓൾറൈറ്റ്. സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. അവളെ ഒന്ന് തളയ്ക്കാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ മാർഗരറ്റ്. ജസ്റ്റ് റിലാക്സ്. നമുക്ക് വൈകിട്ട് പുറത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി എന്നെ സീറ്റിൽ കണ്ടില്ലെങ്കിലേ ആ മാമ്പള്ളിയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അത് നേരാ, താൻ പോയിക്കോ. കിഴവന് 100 കണ്ണും കാതുവാ. വൈകിട്ട് കാണാം. ശരി സർ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഇങ്ങനെ ആലോചിച്ച് തലപുണ്ണാക്കിയിട്ട് ഒരു കാര്യവുമില്ല സർ. തുടക്കത്തിലെ സാറിന് പിഴച്ചു. ശത്രുപക്ഷത്തുള്ള ഒരാളെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക് ഒരിക്കലും ക്ഷണിച്ചു വരുത്തരുതായിരുന്നു. ഒക്കെ ആ നശിവന്റെ ബുദ്ധിയല്ലേ? അന്ന് അവനങ്ങനെ പറഞ്ഞപ്പോ അതി കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നിട്ടിപ്പോ എന്തായി? എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പോലെ ആയില്ലേ? ഇപ്പോ അവളെ പേടിച്ചിട്ട് വേണ്ടേ സാക്ഷാൽ ജീവന് പോലും നടക്കാൻ? ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ തന്റെ ഒരു പഴഞ്ചൊല്ലും പരിഹസിക്കലും. ചൂടാകാൻ വേണ്ടി പറഞ്ഞതല്ല സർ. അവളെ ഒതുക്കാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമെടുക്കുന്നു. നമ്മൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയ എത്രയോ കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ആ വീറും വാശിയും സാർ ഈ കാര്യത്തിൽ കാണിക്കുന്നില്ലല്ലോ എന്നൊരു സംശയം. തന്റെ സംശയത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അവളുടെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് ഭ്രമിച്ചു പോയെന്നു അല്ലേ? ഇല്ല മാർഗരറ്റ്, എന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് അവളെ ഞാൻ അങ്ങനെ ജയിക്കാൻ അനുവദിക്കില്ല. പൂച്ച എലിയെ തട്ടിക്കളിക്കും പോലെ എന്റെ കാൽ കീഴിലിട്ട് അവളെ ഞാൻ ചവിട്ടി മെതിക്കും. നോ സർ. ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ അവളുമായി ഒരു മത്സരത്തിനല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. തന്ത്രപൂർവ്വം അവളെ ഒഴിവാക്കി നമ്മൾ സേഫ് ആവുക, അതാണ് ആവശ്യം. ഇപ്പോഴത്തെ രീതി തുടർന്നാൽ MDയുടെ ഗുഡ് ബുക്കിൽ അവൾക്ക് എൻട്രി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരാത്തതിന് ബന്ധുവാണെന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ കൂടി MRCക്ക് തോന്നിയാലോ? യെസ്, നമ്മൾ ഭയപ്പെടും പോലെ GMന്റെ അധികാരം ഭാഗിക്കപ്പെടും. അങ്ങനെ വന്നാൽ അതിലെ അപകടം ഒന്ന് ഓർത്തു നോക്ക് സർ. പല ട്രാൻസാക്ഷനിലൂടെയും നമ്മൾ നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം പിടിക്കപ്പെടും. പോരാത്തതിന്
കമ്പനിയുടെ മറവിൽ സാർ നടത്തുന്ന മറ്റു പല ബിസിനസ്സുകളുടെയും രഹസ്യം അവൾ മണത്തറിയുകയും ചെയ്യും. നോ, ഐ വോണ്ട് അലൗ ഇറ്റ്. എന്തു വന്നാലും GM-ന്റെ കസേരയിൽ ഞാൻ അവളെ വഴിക്കില്ല. എന്നങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ സർ? ഫൈനൽ ഡിസിഷൻ MD-യുടേതല്ലേ? അതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അവളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ പ്രതികാരം ചെയ്യുന്ന വിഷയം അത് കമ്പനിയുടെ പുറത്തു വെച്ചു ആകാമല്ലോ. സാർ നേരിട്ട് ഇടപെടുകയും വേണ്ട. അതിനു പറ്റിയ ആൾക്കാർ GM-ന്റെ കസ്റ്റഡിയിൽ ഒരുപാട് പേരില്ലേ? ആലോചിക്ക. ഏത് മാർഗം തെരഞ്ഞെടുക്കണമെന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്ക. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സർ. മാർഗരറ്റ്, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എന്റെ വീട്ടിലേക്കുള്ള വഴി സാറിന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? താൻ കളിയാക്കുക. എന്ത് ചെയ്യാനാ മാർഗരറ്റ്? വരാതിരിക്കുന്ന മനഃപൂർവ്വമല്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം തനിക്കറിയാലോ എന്റെ ടെൻഷൻ. Doesn't matter. Come on, let's go. സൗകര്യപ്പെടുന്ന ഒരു ജോലി ശരിയാക്കി എടുക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല ഗോപ. ഭേദപ്പെട്ട ഒരെണ്ണം ഒത്തു കിട്ടണമെങ്കിൽ ബോണ്ടും ഡെപ്പോസിറ്റും ഒക്കെ കൊടുക്കേണ്ടി വരും. നിരാശപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ആലോചിച്ച് നോക്കിയാ ഇന്ദു പറഞ്ഞത് ഒരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ളത് ഇക്കാലത്ത് നേട്ടോ. മുടക്കാൻ ഒരു ചില്ലി പോലും കയ്യില്ലാത്തവന് ബിസിനസ് എന്ന് പറഞ്ഞ് ചാടിപ്പുറപ്പെടാൻ കഴിയുമായിരിക്കും. ഒരുപാട് മുതൽ മുടക്കി ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും. ഇന്ദുവിൻ്റെ അമ്മ മുറുക്കുണ്ടാക്കി കച്ചവടം ചെയ്യുന്നില്ലേ? അതൊന്ന് വിപുലീകരിച്ച് നടത്തിയാലോ? സാധനം നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നു, എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലും ഒക്കെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. അതാവുമ്പോൾ അമ്മയ്ക്കും എന്തിനും ഗോപനെ സഹായിക്കുകയും ചെയ്യാലോ. ആ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ലോൺ കിട്ടും ബാങ്കിൽ നിന്ന്. അത്യാവശ്യം ഞാനും കുറച്ച് സഹായിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാവുമായിരിക്കും. ബാധ്യതകളൊന്നും ബാക്കി വയ്ക്കരുത്. ടൗണിൽ അരിക്ക് പരിചയക്കാരുണ്ടല്ലോ. അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കണക്കെഴുതാനോ സാധനങ്ങൾ എടുത്തു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പണി മതി. ശമ്പളത്തേക്കാൾ ഞാൻ നോക്കുന്നത് ഒരല്പം മനസ്സമാധാനം കിട്ടുന്ന അന്തരീക്ഷ. അത്രയെങ്കിലും തനിക്ക് എന്നെ സഹായിച്ചൂടായിരിക്കും. ഗോപ 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 ഗോപ